മാറുന്ന ഫാഷനൊപ്പം മനസ്സ് നിറയുന്ന തിളക്കം. ആഗ്രഹിച്ച അഴകിൽ അണിഞ്ഞൊരുങ്ങാൻ ഇനി PVK ഫാൻസി. ഗ്യാരണ്ടി ആഭരണങ്ങളുടെയും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരം. വിവാഹങ്ങൾക്കും വിശേഷങ്ങൾക്കും അണിയാൻ ട്രെൻഡി ഡിസൈനുകൾ. ഒപ്പം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെ വൻ നിരയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിശ്വസ്തയോടെ മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ PVK ഫാൻസി, ആറങ്ങോട്ടുകര. വടക്കാഞ്ചേരി പുഴപ്പാലം പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളും മണ്ണും പുഴയിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ജനപ്രതിനിധികൾ രംഗത്ത്. 24 മണിക്കൂറിനുള്ളിൽ ഇവ നീക്കം ചെയ്തില്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുമെന്ന് UDF കൗൺസിലർമാർ പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം അധികൃതർക്ക് അന്ത്യശാസനം നൽകി. കൗൺസിലർമാരായ PN വൈശാഖ്, സന്ധ്യ കൊടക്കാടത്ത്, MH ഷാനവാസ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എന്നിവരടങ്ങുന്ന സംഘം ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടാണ് പ്രതിഷേധം അറിയിച്ചത്. ഇവിടുത്തെ സിറ്റിംഗ് MLA ചെയ്ത പണിയാണ്. നാളെ ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുണ്ടാകുന്ന വെച്ചിട്ട് അല്ലാതെ ഇവിടെ പാലത്തിന്റെ വലിയ അത്യാവശ്യമുള്ള ഇതല്ല. പക്ഷെ ഇത് ഈ കിടക്കണത് ഇതേപോലെ കിടന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും ബാധിക്കുക നമ്മളെ. അപ്പോൾ ഇത് എപ്പോൾ നീക്കം ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ നമ്മളോട് ഇരിക്കാൻ പോകും. ആ മണ്ണ് നിങ്ങൾ ഇതിന്റെ ആ സൈഡ് കരിങ്കലിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ കരിങ്കലിട്ട് ഇത് കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് നിങ്ങൾക്ക് ഈ കാണുന്ന പുഴയല്ല ഇത്. എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഈ പുഴ. ഇത് അങ്ങനെ കല്ലുള്ളിട്ട് വരിക. പൊളിച്ച പാലത്തിന്റെ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ, മുറിച്ചുമാറ്റിയ മരത്തിന്റെ ഭാഗങ്ങൾ, മണ്ണ് എന്നിവ പുഴയിൽ വീണ് സ്വാഭാവിക നീരൊഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. പുഴയിൽ വെള്ളം കെട്ടിക്കിടന്ന് ചീഞ്ഞു നാറുന്ന അവസ്ഥയാണെന്നും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. വേനൽ മഴ ശക്തമായാൽ പുഴയോരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് പുഴയിലേക്ക് ഒലിച്ചിറങ്ങി വലിയ തടയണയായി മാറും. ഇത് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും ജനവാസ മേഖലകളിലേക്കും വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കാലവർഷം നേരത്തെ എത്തിയപ്പോൾ ഉണ്ടായ ദുരവസ്ഥ ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ടൗൺ ഡിവിഷനുകളെയാകും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നും കൗൺസിലർ PN വൈശാഖ് പറഞ്ഞു. എത്രയും വേഗം ഈ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യണം. അതുപോലെ തന്നെ പഴയ കൊച്ചി പാലം, ഇരുമ്പ് പാലം ഇന്ന് പുഴയിലാണ് കിടക്കുന്നത്. അത് 24 മണിക്കൂറിനകം ഈ അവശിഷ്ടങ്ങൾ ഇവിടുന്ന് മാറ്റണം. മാറ്റാത്ത പക്ഷം ഞങ്ങൾ ജനപ്രതിനിധികളടക്കം ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ ബ്രിഡ്ജസിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ എഞ്ചിനീയറുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. അപ്പോൾ 24 മണിക്കൂറിനകം ഈ പുഴയിൽ നിന്ന് മരവും അതുപോലെ ഇരുമ്പടക്കം നീക്കം ചെയ്യാൻ വേണ്ട പ്രവൃത്തികൾ തുടങ്ങിയിട്ടുണ്ട്. 24 മണിക്കൂറിനകം ഞങ്ങളത് പൂർത്തീകരിക്കും. അത് പൂർത്തീകരിച്ചതിന് പിന്നിൽ തന്നെ പുഴയിൽ നിന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ മണ്ണും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി തുടങ്ങുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ്.